ഹലോ ഗായ്സ്, അപ്പോൾ C4 കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോണത് ഒരു പ്രത്യേക നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ പിടിച്ച സ്ഥലത്താണ്. ഇപ്പോൾ ആലപ്പുഴയിലാണ് ഉള്ളത്, ഇവളുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാ? നീ തന്നെ പറഞ്ഞോ. ഞങ്ങൾ രണ്ടിടത്ത് പോകുന്നുണ്ട്. ഒന്ന് ഞാൻ TTC പഠിച്ച് മാവേലിക്കരയിലുള്ള എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്. അതിനുശേഷം കായംകുളം MSN കോളേജ്, അവിടെ ഞാൻ BAക്ക് ഞാൻ അവിടെ പഠിച്ചത്. അപ്പോൾ ഞാൻ അങ്ങോട്ടും പോകും. ജസ്റ്റ് ഞാൻ കുറേ നാളായി, ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പോൾ പഠിച്ച സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ കുറച്ച് നൊസ്റ്റടിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ സോണിയുടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്തൊക്കെ ഉണ്ടാവുക എന്തോ അവിടെ ചെന്നാൽ അറിയാം അവളുടെ സ്വഭാവം എന്തൊക്കെയായിരുന്നു, ഏതൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളത് ഒക്കെ ഇനി പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും പോണ വഴിക്ക് നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മളുടെ കൂടെ ഇന്ന് നമ്മുടെ സ്വന്തം അളിയൻകുട്ടി ഉണ്ട്, കാർത്തിക്. അളിയനും പെങ്ങളും കൂടെ ആണ് ഇന്നത്തെ വ്ളോഗ് നിയന്ത്രിക്കുന്നത്. ക്യാമറ മുഴുവൻ നമ്മുടെ അളിയൻ ചെക്കൻ്റെ കയ്യിലായിരിക്കും, അവനാവും ഡീൽ ചെയ്യുക. ഓക്കെ ഗൈസ്, ഫാൻസ് ചെക്കന് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. ഉണ്ടോടാ? ഓക്കെ, നമ്മുടെ പൃഥ്വിനെ കണ്ടില്ലല്ലോ. നമ്മുടെ പൃഥ്വിട്ട എന്താണ് അച്ഛനെ പറ്റി നമുക്ക് ടാറ്റ പോവാ. അയ്യോ എന്റെ സന്തോഷം നോക്ക്, കോളേജിലേക്ക് പോവാന്ന് പറയുമ്പോ വായി നോക്കാൻ വേണ്ടിട്ടാ. അപ്പോൾ ഗൈസ്, നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് എണ്ണ അടിക്കണം വണ്ടിക്ക്. അപ്പോൾ നമുക്കൊരു 500 രൂപയ്ക്ക് എണ്ണ അടിക്കാം. എണ്ണ അടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഗൈസ്? വണ്ടി ഓടണമെങ്കിൽ എണ്ണ അടിക്കണം. എണ്ണയ്ക്കൊക്കെയാണ് ഒടുക്കത്തെ വരും. ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ TTC പഠിച്ചത് ഇവിടെ അടുത്ത് മാവേലിക്കരയിൽ ഗവൺമെൻറ് TTAയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടോട്ട് ഒന്ന് പോകാമെന്ന് കരുതുന്നു. അപ്പോൾ അവിടോട്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ എന്താ പറയുന്നത് യാത്ര. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങളെ സ്കൂളല്ല എന്താ പറയുന്നത്, TTA എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ TTA പറ്റി പറയുകയാണെങ്കിൽ, അവിടുത്തെ മെയിൻ ഞാൻ പഠിച്ച സമയത്ത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് നല്ല കുറച്ച് സാറന്മാരെയും ടീച്ചേഴ്സ്മാരെയും പ്രിൻസിപ്പാള് അങ്ങനെ എല്ലാവരെയും കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല പഠിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല സീരിയസും. എന്നാൽ പിന്നെ അല്ലാതെ നമ്മൾ ഇപ്പോൾ ആർട്സിൻ്റെ ഡേ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ്. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് പ്രോഗ്രാമും അതും ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഫുള്ള് ക്ലാസ്സൊക്കെ നമ്മൾ എന്താ പറയുക, പറയുന്നത് ശരിയാണോ എന്ന് തന്നെ അറിയത്തില്ല. എന്നാലും നമ്മൾ ക്ലാസ്സൊക്കെ അത്യാവശ്യം കട്ട് ചെയ്തിട്ടും എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പ്രോഗ്രാമിന് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും പാസ്സായിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഉള്ള സമയത്ത് നമ്മൾ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാനുള്ള അനുവാദം നമുക്ക് സാറുമാരൊക്കെ തരുമായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്കറിയാലോ TTC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടം പോലെ എഴുതാനുണ്ട്. എഴുതാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് എഴുതാറുള്ള ആളായിരുന്നു ഞാൻ. എന്താടാ അവൻ നോക്കുന്നത്? ഞാൻ 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് എഴുതുമെന്ന് പറഞ്ഞപ്പോ തള്ളൊന്നും അല്ല, സാർമാർക്കൊക്കെ അറിയാം. ഞാനൊക്കെയാണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ലാസ്റ്റ് സെമ്മിലെ മറ്റേ കമ്മീഷൻ വരുന്നതിന് മുമ്പുള്ള കമ്മീഷൻ വരുമ്പോൾ നമ്മളെല്ലാ ഫയലും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി നമ്മൾ കൊണ്ടുവെക്കണമല്ലോ. അതും ടീച്ചിങ് പ്രാക്ടീസും കൂടി ഉള്ള ഇയർ ആയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ടീച്ചിങ് മാനുവലും പെഡഗോഗി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എഴുതി കൊണ്ടുവെക്കണം. അപ്പോൾ അത് ഞാൻ ഒരാഴ്ച മുന്നേ ഞാനെല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് ഞാൻ എന്തോ പരിപാടി, എനിക്ക് എവിടെ പോവോ അങ്ങനെ എന്തോ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ എല്ലാം കൊണ്ട് ചെയ്തു, അവിടെ വെച്ചു. സാറന്മാർക്കൊക്കെ ഭയങ്കര കാര്യം, നീ മുഴുവനും ചെയ്ത് എല്ലാം എഴുതി വെച്ചു. പഠിക്കുന്ന പിള്ളേർ വരെ എന്നോട് ചോദിച്ചു, നിനക്കെന്താടി പ്രാന്താണോന്ന്, നീ എങ്ങനെ ഇത്ര എഴുതിയെന്ന് എന്നൊക്കെ. ഇവളൊപ്പം പഠിച്ചിരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, അതൊക്കെ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് അവിടെ ആദ്യം, ഞങ്ങളുടെ പ്രിൻസിപ്പാൾ എന്ന് റോയ് സാറായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ സാർമാരുടെയും ടീച്ചേഴ്സ്മാരുടെയും കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഒപ്പിടുന്നത് നമ്മുടെ പ്രിൻസിപ്പാളാണ്. അപ്പോൾ
സാറിന്റെ അടുക്കൽ കൊണ്ടുപോയി ഞാൻ ലാസ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോ സാറ് തന്നെ അന്ന് വിട്ട് ചോദിക്കുക, നീ ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ നിർത്തുന്നത്, എല്ലാരും ഒപ്പിട്ടോന്നൊക്കെ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചേഴ്സ്മാരെ എല്ലാം കാണിച്ച് എല്ലാം ക്ലിയർ ചെയ്തു സാറേ എന്ന് പറഞ്ഞു. ഓക്കെ ഞാനപ്പോ ഒപ്പിട്ട് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒപ്പിട്ടൊക്കെ തരുകയൊക്കെ ചെയ്തായിരുന്നു. അത്രയും ഒരു ഇതാണ്, എന്ത് ചെയ്യാനാ. അപ്പൊ അത്രയും എനിക്ക് അവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ എന്താണ് നീ ഇത് എന്താ ചെയ്യുമ്പോഴേ ഞാൻ ഇതുപോലെ വന്നിരുന്നു ഡിസ്പ്ലേ കാണുന്ന ഒരു ഇതില്ലേ ഉണ്ട് കറുത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ 2 സ്ഥലമാണ്. ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടെ ഒന്നും പോകാൻ എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോൾ വന്നാലും എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ തോന്നും. കാരണം അവര് നമ്മളോട് സാറന്മാരായാലും ടീച്ചേഴ്സ്മാരായാലും നമ്മളോട് പെരുമാറിയ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അത്ര ഓർത്തിരിക്കുന്നത്. എന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ സാറന്മാർ കൊള്ളത്തില്ലെന്നല്ല, പക്ഷെ ഒരുപാട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഇത് കൂടുതൽ എനിക്ക് ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ എപ്പോൾ ചെന്നാലും നമ്മളോട് സ്നേഹത്തോടെ പെരുമാറും, നമ്മളോട് കാര്യമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ ഒന്നും അങ്ങനെ തോന്നത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഒന്നിനൊന്നിനും വെച്ച് അങ്ങനത്തെ ഒരു ഇതാണ് ഈ 2 കോളേജിലും സ്കൂളിലും ഉള്ള സാറന്മാര്. സോണി കോളേജിലേക്ക് കാല് വയ്ക്കുമ്പോ ഉണ്ടാവും ഇത്ര കാറ്റൊക്കെ പാറിയിട്ട് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പറഞ്ഞിട്ട് ടീച്ചർമാരൊക്കെ ഇങ്ങനെ കാറ്റത്തൊക്കെ അങ്ങനെ ഒളിക്കണ്ണോട് കൂടി ഇങ്ങനെ നോക്കണാണ്. ആര് വരുന്ന ഒരു കാട് വരുന്നുണ്ടല്ലോ സോണിന്റെ സ്ലോ മോഷൻ. കയ്യിലൊരു കൊച്ചു ഒരു കെട്ടിയനുണ്ടെന്നേ ഉള്ളു. നേരത്തെ ചെല്ലുമായിരുന്നു ഈ BGM ഒക്കെ പ്രതീക്ഷിക്കായിരുന്നു. ഇപ്പൊ സന്തൂർ മമ്മിയുടെ BGM പ്രതീക്ഷിക്കാൻ പാടില്ല. മമ്മി അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ അവിടെ എത്തിയിട്ട് വേറെ ഇവിടെ ചെയ്തൊക്കെ ആളും വിളിക്കും മനസ്സിലാവില്ല. ആരാ മനസ്സിലായില്ല സാർ ഞാൻ സോണി നീ ആരാണ് ഇത്? ഇവിടെ കൊറേ പേര് പഠിച്ചു കണ്ടിപ്പോ എല്ലാരും ഓർമ്മിപ്പിക്കല്ലേ ഇതൊക്കെ ചോദിച്ചിട്ട്. ശരി എന്നാ ഇപ്പൊ ഞാൻ എത്തിയിട്ട് വരാം. ഇവർക്കൊക്കെ ഉള്ള മറുപടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഗായ്സ് ഇതാണ് ഞാൻ പഠിച്ച TTA ഗവൺമെന്റ് TTA മാവേലിക്കര. ഇവിടെയാണ് പഠിച്ചത്. അപ്പൊ ഇത് അറിയാലോ കൊച്ചു സ്കൂളാണ്. ഇത് അവിടുത്തെ കൊച്ചു സ്കൂളാണ്. പിള്ളേരൊക്കെ ഉച്ച സമയമാണ് പുറത്തിറങ്ങി നിൽപ്പുണ്ട്. ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ TTA എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലോട്ടൊന്ന് പോവാം. കടന്നു വരൂ. ഇവിടെ ആരും ഇല്ല. സോണി പഠിച്ചിരുന്ന TTC കോളേജ് ഇതാണ്. ഓ ഇവിടെ ആയിരുന്നു അന്നാ ഡാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ഇവിടെ ആയിരുന്നു അല്ലേ? എത്ര പേര് കൂവിയോ എന്തോ. അവിടെ ചെല്ലുമ്പോ എല്ലാ സാധനങ്ങളും എല്ലാ വീഡിയോ എടുത്ത് വെക്കുക പറയുന്നത്. അവിടെ അച്ഛനോടൊക്കെ ആരംഭിച്ചായിരുന്നു.
നമ്മൾ ശിശുവികാസമാണ് ആ വിദ്യാർത്ഥിയാണ് സോണി. സോണി നമ്മൾ 2016-17 17-19 ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. കലാകാരി കൂടിയാണ്. സോണിയെ നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും വന്നോട്ടും സോണിയെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോണിയുടെ ഹസ്ബൻഡാണ് രാഹുലിനെയും സോണിയുടെ അനിയനെയും കുട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. C4 കമ്പ്യൂട്ടേഴ്സ് കലോത്സവത്തിൽ പ്രധാനത്തിന് ഫസ്റ്റ് വാങ്ങിച്ചതാണ് നമ്മുടെ കലോത്സവത്തിന് ആലപ്പുഴ ജില്ലയിൽ. എല്ലാം എന്തൊക്കെ കഴിവുകളാണ് സോണി തന്നെ അത് പറയുന്നുള്ളത്. പിന്നെ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് എനിക്ക് BTC പഠിച്ച് എനിക്കൊന്നും ചിലപ്പോൾ ഞാൻ PSCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം സപ്ലൈ ഒന്നും ഇല്ലാതെ എഴുതിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ആയില്ല, പക്ഷെ എന്നാലും ഒരു നല്ലൊരു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. വീട് എൻ്റെ വീട് ഉണ്ടായി കൊച്ചനോട് ഒരുപാട് ഇപ്പോൾ ഒരുപാട് നമുക്ക് വേക്കൻസി കാര്യങ്ങൾ വരുന്ന ടൈം ആവാൻ തോന്നും. മാക്സിമം എഴുതിയെടുക്കുകയാണെങ്കിൽ ജീവിതം ഒന്ന് രക്ഷപ്പെട്ടു. അപ്പം അത്രയും പറയാനുള്ള എന്തായാലും എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്പിറേഷൻ ബ്ലോഗാണ് നടത്തിയത്. ഈ ഇൻസ്പിറേഷനിലോട്ട് നോക്കുക. ഇൻസ്പിറേഷൻ ക്ലാസ്സിനോടൊപ്പം തന്നെ ഈ കലാപരമായ കഴിവുകളെ ഒന്നിച്ചു കൊണ്ടുപോയി. നല്ലൊരു കാര്യമാണ്. അത് ഞാൻ പലപ്പോഴും ആലോചിക്കും. കാർത്തികിന്റെ കാമുകി 3 വർഷം ഗർഭിണിയിലൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം നമ്മുടെ ചെറിയ ഒരു ഹാർട്ടിന്റെ ഹോസ്പിറ്റലുണ്ട്. സുഖമായി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതാ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നൊസ്റ്റായിട്ടുള്ള ഒരു ടൈമായിരുന്നു. ടീച്ചേഴ്സ്മാരായാലും സാറുമാരായാലും എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ TTC കഴിഞ്ഞ് ഞാൻ വലുതായിട്ട് അച്ചീവ്മെൻറ്റും കാര്യങ്ങളും ആ ഒരു വഴിയിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കേട്ടിട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC കയറി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയി നമ്മൾ ജോലി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും
അതും നമ്മൾ നോക്കുന്നുണ്ട് ഒരു വഴിയെ. എന്നാലും നമ്മൾ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും നമ്മൾ ചെന്നപ്പോൾ നമ്മളോട് അത്രയും കാര്യമായിട്ട് സാറുമാരായാലും ടീച്ചേഴ്സ്മാരായാലും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സ്കൂളിലോട്ട് നമ്മൾ വീണ്ടും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വീണ്ടും നമുക്ക് പോകാൻ തോന്നിയത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ നമ്മൾ വീഡിയോ എടുത്തേ. കാരണം നമ്മുടെ സാർമാർ ആ ഒരു അത്രയും സ്നേഹത്തോടെയും കാര്യത്തോടെയും ഒക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മറക്കാൻ പറ്റത്തില്ല അവരെ. നമ്മൾ എല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഒരു ഗുരുക്കന്മാരുടെ എന്താ പറയുക, ഒരു പറയുമല്ലോ നല്ലൊരു ഫ്രണ്ടായി, നല്ലൊരു അധ്യാപകനായി, നല്ലൊരു എന്താ എല്ലാ സ്ഥാനങ്ങളും നൽകി അവര് നിന്നോട് കാണിച്ച ഒരു ആദരവ്. കാരണം കുട്ടികളെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് പേടി. കാരണം ഞാൻ അങ്ങനെ നിന്നിട്ട് ഒരുപാട് നാളായി. കാരണം ഞാനൊരു 2-3 വർഷമായി ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ട്. അപ്പോൾ കുറച്ച് തപ്പിപ്പിടിക്കലുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അങ്ങനെയൊക്കെ നിക്കാൻ കുറേ നാളായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞു ഒന്ന് കുട്ടികളെ പരിചയപ്പെട്ടിട്ടൊക്കെ പോവൂ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി. കുട്ടികളെ എന്തായാലും കുറെ പേരെ കണ്ടിട്ടോ, കുറെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പൃത്തൂട്ടിനായിരുന്നു കാര്യം. അവനെല്ലാരും എടുത്തു കൊഞ്ചിപ്പിക്കണു, കളിപ്പിക്കണു. അവനങ്ങനെ കേട്ടോ, അവനങ്ങനെ ആരോടങ്ങനെ അടുത്ത് കേറി ചെന്നിട്ട് കരയ അങ്ങനെ ഒരു പരിപാടിയൊന്നും അവനില്ല. അവൻ എല്ലായിടത്തും ചെല്ലും. ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം പോകും. അങ്ങനത്തെ ഒരാളാ. അത് കഴിഞ്ഞാൽ അവന്റെ ടൈം ആയിട്ടില്ല തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ അവൻ ഉറങ്ങല്ലോ എന്താ ആലോചിക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ അവരെയൊക്കെ കാണാനും അവരെ പരിചയപ്പെടാനും കുട്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ എന്താ പറയാ, ഓർമ്മ അല്ല ഞാനത് ചോദിക്കാൻ, നീ എന്തിനാ എല്ലാരുടെ പേരും അങ്ങോട്ട് ചോദിച്ചത്? അവർക്ക് സന്തോഷമായിക്കോട്ടെ. അവർക്ക് സന്തോഷം. അവര് ചിലപ്പോ ഇങ്ങനെ വിചാരിക്കില്ലേ, എന്താ പണിയൊന്നുമില്ല, എന്തിനപ്പൊ എല്ലാരുടെ പേര് അറിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാനാന്നുള്ളത്. ഒന്നുമില്ല, നമ്മള് ജസ്റ്റ് പരിചയപ്പെടാൻ, എല്ലാരോടും സംസാരിക്കാൻ നമുക്ക് പെട്ടെന്ന് കയറി എല്ലാരോടും സംസാരിക്കാൻ പറ്റില്ല. ഒരു പേര് ചോദിക്കുമ്പോ അവരോട് എല്ലാരോടും ഒന്ന് ചോദിച്ചു, അവരുടെ പേര് തിരിച്ചു പറഞ്ഞു. അപ്പൊ ഒരു സന്തോഷമായില്ലേ, അത്രേ ഉള്ളൂ. കാരണം നമ്മള് ക്ലാസ് എടുക്കാൻ ആദ്യം ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താന്ന് പറയാം, കുട്ടികളുടെ പേരാ. എനിക്കത് ഓർമ്മയില്ല. ഞാൻ ഓരോരുത്തരുടെ പേര് വെച്ചപ്പോ ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കാൻ ചെല്ലുന്ന ഏതൊരു അധ്യാപകരും ആദ്യം ചോദിക്കുന്നത് അവരുടെ പേരായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഓർമ്മ പുതുക്കൽ ചോദിച്ചു. പിന്നെ പേര് വെച്ചപ്പോ അവർക്കൊരു ഉപദേശം കൊടുക്കാൻ തോന്നി, എല്ലാരും നല്ല ശബ്ദത്തിൽ പറയണത്. പക്ഷെ എനിക്കാണ് ആ ശബ്ദം ഇല്ലാത്തത്. ഞാനത് അപ്പൊ ആലോചിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നീനൊക്കെ ശബ്ദമില്ല, എന്നിട്ട് നീ ഇപ്പൊ കൊച്ചുകുട്ടികളോട് ഇങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കാനാണുള്ളത്. ക്ലാസ്സിൽ ചെന്നപ്പോ എന്റെ സൗണ്ട് എങ്ങനെ ഉണ്ടായി? പക്ഷെ ഇല്ല, എന്നാലും സൗണ്ട് വരണ അങ്ങോട്ട്. മാഷ്മാരൊക്കെ അവര് സംസാരിക്കാൻ ആ ഒരു ഇത് കണ്ടില്ലേ, ഒരു വോയിസ് പവർ കണ്ടില്ലേ? സത്യമാണ്. എനിക്ക് അങ്ങനെ അധികം എനിക്കറിയത്തില്ല. ഞാൻ സൗണ്ട് എടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത്. പക്ഷെ എന്താ സൗണ്ട് അടഞ്ഞ പോലെ ആയിപ്പോയി. അങ്ങനെ ആവരുത്. നല്ല ഫോഴ്സില് നമ്മള് സംസാരിക്കണം. അപ്പോഴേ അവർക്ക് ഇനിയിപ്പോ എന്തായാലും അടുത്ത കോളേജിലേക്ക് പോകണ്ടല്ലോ. അവിടെ പോകുമ്പോ ചിലപ്പോ എന്നെ ആരും അറിയത്തില്ല കേട്ടോ. ഇവിടെ ആയിരുന്നില്ല എനിക്ക് മെയിൻ കമ്പനി ഉണ്ടായിരുന്നത്. മെയിൻ കമ്പനി സാർമാര്. ഓക്കെ എന്നാ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത കോളേജിലേക്ക് പോവാൻ കേട്ടോ. ബാക്കി ഞാൻ അവിടെ നിന്ന് കാണാം. അതെ, ഇനിയിപ്പോ നമ്മൾ പോകുന്നത് കായംകുളം MSN കോളേജിലേക്കാണ്. കോളേജ് ഏകദേശം എത്തിയിട്ടുണ്ട്, കാണിക്കാവേ. അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇടാൻ ഗ്യാപ്പ് ഉണ്ടോ? സൈഡിലോട്ട് സർവീസ് റോഡ് കയറ്റിയാൽ മതി. ഈ ഗ്യാപ്പൊക്കെ ഉണ്ട്. ഈ ഗ്യാപ്പാ ഇതാണോ? അപ്പൊ ഇതാണ് കോളേജ് കേട്ടോ. ഒരുപാട് മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞ കോളേജ്. ഇങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ പഠിക്കുമ്പോ. ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ കോളേജിന്റെ ഏരിയ ആയിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞ ഒരുപാട് മാറിപ്പോയി. യെസ്, അങ്ങനെ സോണി ചേച്ചിയുടെ കോളേജിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. ഇതാണ് MSM കോളേജ്. എവിടെയാണ് കോളേജ്? വരാന്തയിൽ കൂടെ അവൾ നടക്കുകയാണ് ഗൈസ്.
ഞാൻ വ്ളോഗിന് ഞാൻ പറഞ്ഞോണ്ട് പട്ടാമ്പിയുടെ വെയിൽ ഇങ്ങനൊക്കെ ഉണ്ടോ? ഇന്നലെ ഞങ്ങൾക്ക് അതായിരുന്നു പരിപാടി. പക്ഷെ ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോ കൊതുക് പിന്നെ വീണ്ടും വന്ന് കുത്തിയിട്ട് പോയതായിരുന്നു. ആരെ കയ്യിലിരിക്കണിപ്പോ? ഇൻസ്റ്റയിലൊന്നും ഇല്ല ടീച്ചർ, ഇത് യൂട്യൂബിലുള്ളു. ഇന്നിപ്പോ ഇതാണ് നമ്മുടെ വ്ളോഗ് ഇന്നത്തെ. നോക്കെ ടീച്ചറെ, ശരി കാണാം. ഇനി ഗായ്സ്, അപ്പൊ അങ്ങനെ ടീച്ചർമാരൊക്കെ കണ്ട് സമൃദ്ധി അടഞ്ഞ് സോണിക്കുട്ടി വരുന്നുണ്ട്. കുറെ വഴക്കും കോളേജിലെ ടീച്ചേഴ്സിനെ കണ്ടിട്ട് ഇറങ്ങി. ഒരുപാട് വഴക്കും ചീത്തവിളിയൊക്കെ കേട്ടു. നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്തേലൊക്കെ ആവായിരുന്നു എന്നൊക്കെയാണ് ടീച്ചർമാര് പറഞ്ഞത്. ആ സമയത്ത് കൊടി പിടിക്കാനും പിന്നെന്തുവാ സിനിമ അഭിനയമൊക്കെ ആയിട്ട് നടന്നു. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു വഴക്ക് കേട്ടു. പക്ഷെ നല്ല വഴക്കായിരുന്നു, അത് നല്ലതിന് വേണ്ടിയുള്ള വഴക്കായിരുന്നു. എന്താ എന്തേലും നമ്മൾ ആവാത്തതിനുള്ള വിഷമം കൊണ്ട് പറഞ്ഞൊരു വഴക്ക്, അല്ലാതെ നമ്മള് എന്തിനാ ഇങ്ങോട്ട് വന്നേ അങ്ങനൊന്നുമല്ല. ഇറങ്ങി പോടി ഇവിടുന്ന്, അങ്ങനെയല്ല. പക്ഷെ ഒരു അനക്ക് കുറച്ച് സാർമാരൊന്നും കാണാൻ പറ്റില്ല. ആകെ രണ്ട് ടീച്ചർമാരെ കണ്ടു. പിന്നെന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച സമയത്ത് ടീച്ചേഴ്സ്മാരും സാർമാരും എല്ലാം റിട്ടയർ ആയി. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പിന്നെ 2-3 ടീച്ചർമാര് എക്സാം നടക്കുമായിരുന്നു അവിടെ. എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറെ പേരെ നമുക്ക് മിസ്സായി. പിന്നെ ഒരാള് ഞങ്ങളുടെ ഉണ്ണിസാറുണ്ട്, ഉണ്ണികൃഷ്ണൻ പിള്ള എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ സാറ് ഇന്ന് ലീവാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാരണം നമുക്ക് കുറച്ചുപേരെ കണ്ടു, സംസാരിക്കാൻ പറ്റി, അത്രയൊക്കെ ഉള്ളൂ. നിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ? യെസ്, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കുട്ടി വന്നിട്ട് സബ്സ്ക്രൈബർ ആയി. പിന്നെ അറിയാത്തത് ഇടയ്ക്ക് ഒരു വിസിൽ കേട്ടില്ലേ നമ്മളായിരുന്നു. പക്ഷെ കൊറേ പേരൊക്കെ അറിയുന്നുണ്ട്, ചിരിക്കണൊക്കെ ഉണ്ട്. 2-3 പേര് വന്ന് ചോദിച്ചു, അങ്ങനൊക്കെ ഒരു പരിചയപ്പെടില്ല. ഇതൊക്കെ അല്ലേ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മളെ തിരിച്ചറിയാ. 4 ആൾക്കാര്, ഒരു 100 പേരിൽ ഒരു 3 ആൾക്കാരെങ്കിലും നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊരു വികാരം തന്നെയാണ്. അത് ഇനി ഒരു അവാർഡ് കിട്ടണ പോലെ അങ്ങനൊക്കെ ഒരു സംഭവം. അവര് ചിലപ്പോ എന്ത് കണ്ടിട്ടാവും നമ്മളെ അങ്ങനെ നോക്കണത് പോലും നമുക്ക് അറിയില്ല. പക്ഷെ അവര് നമ്മൾ തിരിച്ചറിയണ്ടല്ലോ. ആ പരിചയമില്ലാത്ത 2 പേര് പെട്ടെന്ന് നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയുമ്പോ നിങ്ങൾ ഇത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. അത് നല്ലൊരു കാര്യമായിട്ടൊക്കെ തോന്നി. ഇപ്പൊ ഇവിടുന്ന് ആയാലും ഇവളുടെ സ്കൂളിന്റെ അവിടുന്ന് ആയാലും കൊറേ ഇതുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ഇതായി തോന്നിണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂള് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കണ്ടു. എല്ലാരെയും പഴയ ഓർമ്മ പുതുക്കാൻ പോയതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുറച്ചുകളൊക്കെ ഓർമ്മകളൊക്കെ പുതുക്കി. നിനക്കിപ്പോ സന്തോഷായില്ലേ? യെസ്, ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഞങ്ങള് രാഹുലേട്ടനായിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരണമെന്ന്. അപ്പൊ ആദ്യത്തെ സംബന്ധിച്ച ഫസ്റ്റ് ഒന്നും ഇപ്പൊ തന്നെ ഞാൻ ചെന്ന് കയറിയപ്പോ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ തറവാട്ടിലോട്ട് വരുന്നേന്നാ ചോദിക്കുന്നത്. കാരണം നമ്മള് എന്തുവാ ചെന്നില്ല, പോയില്ല. അത് തന്നെ മെയിൻ കാര്യം. നമുക്ക് പ്രഗ്നന്റ് ഒക്കെ ആയത് കാരണം ആ സമയത്ത് പോകാനും എടുക്കാനും പറ്റിയില്ല. അല്ലായിരുന്നു നേരത്തെ എന്നേ പോവേണ്ടതായിരുന്നു ഞങ്ങള്. എന്തായാലും പറ്റിയപ്പോ ഒന്ന് കുഞ്ഞിനെ കാണിക്കാൻ പറ്റി, ടീച്ചേഴ്സിനെ കണ്ടു, ഒരു ഗുരുത്വം കിട്ടാന്ന് പറയുള്ളൂ. അതാണ് മെയിൻ ഉദ്ദേശം. അത്രേ ഉള്ളൂ. അപ്പൊ ഗായ്സ്, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.